ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റിനെ കുറിച്ചിട്ടാണ്. അതുമാത്രമല്ല ഗ്ലൂട്ടാതയോൺ എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം കേട്ടോ. ഞാൻ ഇന്ന് ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നതാണ്. കാരണം ഒരുപാട് പേര് നമ്മളോട് ചോദിച്ച കാര്യമാണ് ഈ ടാബ്ലറ്റൊക്കെ നമ്മൾ എടുക്കുന്നത് കൊണ്ട് വേറെ എന്തെങ്കിലും നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടോ, നമുക്ക് ശരിക്കും ഈ ടാബ്ലറ്റൊക്കെ എടുത്താൽ നമ്മൾ വിളിക്കുമോ, ഇതൊക്കെ വെറും ഒരു തട്ടിപ്പാണോ, ഇതൊക്കെ ശരിക്കും ഉള്ളതാണോ എന്നൊക്കെ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്. മാം ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യണം എന്ന് എന്നോട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇത്രയും ദിവസം ഇത് വെയിറ്റിങ്ങിലിരുന്നത് എന്താണ് ഈ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ടൈം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ അത് വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. ആക്ച്വലി ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരുടെ ഇടയിലും ഒരു കോമൺ ആയി മാറിക്കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ചെറിയ ഒരു വലിയ പ്രായമൊന്നും ഉണ്ടാവില്ല. ടീനേജ് പ്രായം തൊട്ട് തന്നെ പിള്ളേരെല്ലാം തന്നെ പെട്ടെന്ന് വെളുക്കാനായിട്ട് പല പല ക്രീമുകളും പ്രൊഡക്റ്റുകളും ഇതുപോലെ തന്നെ ടാബ്ലറ്റ്സ് ആയിട്ടും IV ആയിട്ടും ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുവാണെങ്കിലും ഡോക്ടറായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കുക. പാരൻസ് ശ്രദ്ധിക്കുക. പിന്നെ IV എടുക്കുമ്പോഴൊക്കെ ഇപ്പോൾ എല്ലാവരും എന്താ പറയുക, ഡോക്ടേഴ്സ് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇന്ന രീതിയിലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇല്ലെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ഹെൽത്തിനനുസരിച്ചിട്ടാണ് നമുക്കത് ചിലവർക്ക് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റണമെന്ന് പോലും വരില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ടാബ്ലറ്റുകൾ എടുക്കുന്നത് കൊണ്ട് ഗുണമുണ്ടോ എന്ന് എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. സോ ഇത് നോക്കുവാണെങ്കിൽ ഇതൊരു ജാപ്പനീസ് ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര വെളുക്കും എന്നൊന്നും ഞാൻ പറയില്ല. കാരണം അങ്ങനെയല്ല. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് 500 mg ഗ്ലൂട്ടാതയോൺ പ്ലസ് വൈറ്റമിൻ C ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മൾ ഒരു ദിവസം കഴിക്കുന്നു, അടുത്ത ആഴ്ച മുതൽ നമ്മൾ ഭയങ്കരമായിട്ട് വെളുത്ത് പാറി നടക്കും, അങ്ങനെ ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല ഇതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് ശരിക്കും ഒരു 2 ആഴ്ച കൊണ്ട് ചെറിയ രീതിയിലൊരു മാറ്റം എന്നുള്ളതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനിത് എന്താ പറയുക, ഇത് കഴിച്ച എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ് ഞാനിത് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു 2 വീക്സ് കൊണ്ട് നമുക്കിതിൽ നിന്ന് ശരിക്കും മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഇത് പോസിറ്റീവായിട്ട് മാത്രമല്ല നെഗറ്റീവായിട്ടും എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞു തരും കേട്ടോ. അപ്പം വീഡിയോ എന്തായാലും മുഴുവനായിട്ട് ഇരുന്ന് എല്ലാവരും തന്നെ കാണണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ ഒരാഴ്ച കഴിച്ചത് കൊണ്ട് നിങ്ങൾക്ക് വലിയ വ്യത്യാസം ഒന്നും തന്നെ ഇത് കാണില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു 2 വീക്സ് ഒക്കെ കഴിയുന്ന സമയത്ത് ചെറിയ രീതിയിൽ നമ്മളുടെ സ്കിന്നിൽ ഒരു ഗ്ലോ വന്ന പോലെ തോന്നും. പെട്ടെന്ന് എന്തോ ചെറിയൊരു എന്താ പറയുക, നമ്മളൊരു ചെറിയ രീതിയിലൊരു ഫിൽറ്റർ ഇട്ടാൽ എങ്ങനെയുണ്ടോ അതുപോലെ ചെറിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു 2 വീക്സ് കഴിയുമ്പോഴായിരിക്കും. ഇത് 2 ആഴ്ച കഴിഞ്ഞു, ഓക്കെ എന്നാൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം, ഞാൻ വെളുത്തോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. പക്ഷേ നമുക്കിത് ടെമ്പററി സൊല്യൂഷനാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ഫങ്ഷനോ കാര്യങ്ങളൊക്കെ വന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗ്ലൂട്ടോ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ നമുക്കിത് എടുക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളിത് കണ്ടിന്യൂസ് യൂസ് ചെയ്താലേ നമുക്കിതിനൊക്കെ റിസൾട്ട് ഉള്ളൂ. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. റിസൾട്ട് ഇല്ലേന്ന് ചോദിച്ചാൽ റിസൾട്ട് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്രമാത്രം ഹെൽത്ത് ഇഷ്യൂസോ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതും കൂടി നമുക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെ അത് പറയാം. നമുക്ക് ഒരുപാട് പേര് പറയും കിഡ്നിക്ക് വല്ല പ്രശ്നവും സംഭവിക്കുമോ, കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള. കാരണം ഞാനൊരു 3-4 വർഷം മുമ്പ് ഞാനൊരു വീഡിയോ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ആദ്യമായിട്ട് എൻ്റെ ഒരു ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലൂട്ടാതയോണിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന സൈഡ് എഫക്റ്റ് ഒക്കെ. അപ്പോൾ അത് ഞാൻ എൻ്റെ വീഡിയോ വന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ ഒരു റിപ്പോർട്ട് നമുക്ക് മലപ്പുറത്തൊക്കെ ഞാൻ റിപ്പോർട്ട് കണ്ടായിരുന്നു, ഇന്നപോലെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം കാര്യങ്ങൾ. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ സൈഡ് എഫക്റ്റോ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ചോദിച്ചാൽ അതില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും തന്നെ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഈ ഒരു ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇതിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് ആക്നെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ, ഓപ്പൺ പോർട്സ് ഒത്തിരി പ്രശ്നമുള്ളവരാണെങ്കിൽ
അവർക്ക് എനിക്ക് അത്രയും പറയാൻ തോന്നുന്നില്ല. ചിലവരിൽ, എല്ലാവരിലും അല്ല, ചിലവരിൽ പിമ്പിൾസൊക്കെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 1 മന്ത് ട്രൈ ചെയ്യൂ. നിങ്ങൾക്ക് പിമ്പിൾസ് കൂടുന്ന പോലെ തോന്നുവാണെങ്കിൽ നമുക്കതൊന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത്രയും ഇത് തോന്നിയിട്ടില്ല. ചിലവരിൽ അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാ പ്രൊഡക്റ്റും എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല. പക്ഷേ റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസൾട്ട് ഉണ്ട്. പക്ഷെ നമ്മൾ ഇത് കണ്ടിന്യൂസ് എടുക്കണം. നിങ്ങളൊരു 4-5 മാസം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ കാണുന്നത്. അല്ലാതെ ഒരാഴ്ച ചെയ്തു 2 മാസം കഴിയുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാവും നമ്മളുടെ. കാരണം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് മാത്രം വെളുക്കുക എന്നുള്ള സംഭവം, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് മാത്രം വെളുത്തിരിക്കുക എന്നുള്ളൂ. ഇത് അങ്ങനെയല്ല, ഹോൾ ബോഡി നമ്മളുടെ സ്കിൻ ടോൺ ഈവൺ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പതിയെ വ്യത്യാസങ്ങൾ നമുക്കുണ്ട്. കാരണം ഇത് ഗ്ലൂട്ടതയോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ മെലാനിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നാച്ചുറലായിട്ട് നമ്മുടെ മെലാനിൻ എത്രത്തോളം കൂടുതലുണ്ട് നമുക്കറിയാം, നമ്മുടെ സ്കിൻ ടോൺ ഡാർക്ക് ആവും അല്ലേ, അല്ലെങ്കിൽ ഡാർക്ക് മീൻസ് ഒരു ഡീപ്പ് സ്കിൻ ടോണിലേക്ക് പോകും. അപ്പോൾ ഇതിനെ നമ്മൾ കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, അതും വലിയ സൈഡ് എഫക്റ്റ് ഇല്ലാതെയാണ് ഈ ടാബ്ലറ്റ് രൂപത്തിൽ നമ്മളത് ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്ന റിസൾട്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കിഡ്നി റിലേറ്റഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും റിസ്ക് എടുക്കേണ്ട ആവശ്യം, നമുക്ക് അത്രയും ഇതാക്കണമെന്ന് വേണ്ട. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഡോക്ടറായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് അതല്ലാതെ നിങ്ങൾക്ക് നോർമലായിട്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല, ഒരു നോർമൽ സ്കിന്നൊക്കെയാണ്, പ്രശ്നമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ശരിക്കും ഇത് റിസൾട്ട് കിട്ടും. ഞാൻ പറഞ്ഞു, 1-2 ദിവസം ചെയ്ത് റിസൾട്ട് നോക്കരുത്. 2 വീക്സ് കഴിയുമ്പോൾ ചെറിയൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതൊന്ന് നമുക്ക് എന്താ പറയുക, കുറച്ച് നാൾ, അതായത് കണ്ടിന്യൂസ് നിങ്ങൾ ചെയ്തു വരുവാണെങ്കിൽ 2 മാസം കഴിയുമ്പോൾ കുറച്ച് നല്ല രീതിയിലൊരു വ്യത്യാസം ഉണ്ടാവും. ഒരു 4-5 മാസം ആകുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു വ്യത്യാസം, അതായത് പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയില്ലേ, അത് നമുക്ക് കിട്ടുന്നത് ഒരു 4-5 മാസമൊക്കെ ആവുന്ന സമയത്താണ്. കാരണം ഇത് എൻ്റെ അടുത്ത് കുറേ ആയിട്ട് ഇതിനെക്കുറിച്ചിട്ട് റിവ്യൂ ചെയ്യാനൊക്കെ പറയുന്നുണ്ടെങ്കിലും, കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് പറഞ്ഞു തരുമ്പോൾ എന്നെ വിശ്വസിച്ച് എൻ്റെ വീഡിയോസ് കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കത് മാക്സിമം അത് ജെനുവിൻ ആണ് എന്ന് തോന്നിയാൽ മാത്രമേ എനിക്ക് പറയാനുള്ളെന്നൊരു കോൺഫിഡൻസ് വരത്തുള്ളൂ. സോ അപ്പോൾ ഞാനിത് കുറേ ആലോചിച്ച് കുറേ മനസ്സിലാക്കി ഇതിൻ്റെ കറക്റ്റായിട്ട് ഇത് യൂസ് ചെയ്തവരുടെ റിപ്പോർട്ട് കാര്യങ്ങൾ എല്ലാം എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഇനി ഞാനും കൂടി ഇത് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മളെന്ത് ഇത് ചെയ്യുമ്പോഴും നമുക്ക്, കാരണം ഞാൻ എപ്പോഴും വിചാരിക്കും ഓക്കെ എനിക്കിനി ഇതിൽ കൂടുതൽ എനിക്ക് ഫെയർ ആവണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്, എനിക്കെപ്പോഴും നാച്ചുറലായിട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ എന്തായാലും നമ്മുടെ സ്കിന്നിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും ഞാൻ ഈവൻ എന്താ പറഞ്ഞാൽ ഫേഷ്യൽ പോലും ശരിക്കും പറഞ്ഞാൽ എടുക്കുക, സ്കിൻ കെയർ അല്ലാതെ ഞാൻ ഒന്നും ചെയ്യാത്ത ആളാണ്. ബട്ട് എനിക്കിത് റിവ്യൂ ചെയ്ത് എനിക്ക് നിങ്ങൾക്ക് മാത്രമല്ല, സോ ഇത് എനിക്കും കൂടി ഞാൻ ഒന്നും കൂടി എൻ്റെ സ്കിൻ ടോണിനെ ഈവൺ ആക്കണം എന്ന് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഞാനൊരു വീഡിയോ ചെയ്യും. പക്ഷേ ഇത് എല്ലാവരും ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് പേര് അതായത് എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഇത് യൂസ് ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ പിന്നൊരു കാര്യമുണ്ട്, നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ അതും കൂടി മനസ്സിലാക്കുക കേട്ടോ. യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് റിസൾട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും നമുക്ക് എന്തോ നമ്മുടെ സ്കിന്നിന് അയ്യോ എന്താ പറയുക ഡാർക്കായോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതായോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഫസ്റ്റ് വരും, പിന്നീട് ഇച്ചിരി ഡിമ്മായി വരുന്നതായിട്ടും കാണപ്പെടും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനത്തെ സംഭവങ്ങൾ ഈവൺ നമ്മൾ IV എടുക്കുകയാണെങ്കിലും ശരി, എല്ലാം കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്കത് സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ, ഗ്ലൂട്ടതയോൺ ടാബ്ലറ്റിനെ സംബന്ധിച്ച് നമുക്കത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും റിസൾട്ട് പെട്ടെന്ന് തന്നെ stop ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെല്ലാം നിങ്ങൾ ഓക്കെയാണ്, നിങ്ങളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കിതിനകത്ത് വൈറ്റമിൻ C ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഗ്ലോ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഒരുപാട് വീഡിയോസിൽ വൈറ്റമിൻ സിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അത് നമുക്കിതിനകത്ത് 500 mg ഗ്ലൂട്ടതയോൺ പ്ലസ് വൈറ്റമിൻ C ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൻ ടോണിനെ ഈവൺ ആക്കാനും അതുപോലെ തന്നെ നമുക്ക് കൊളോജൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻസ് വേണ്ട. കാരണം ഈ ഒരു ഇത് എല്ലാവരും എൻ്റെ അടുത്ത് എന്താ പറയുക എല്ലായ്പ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നതാണ്, ഈ ഒരു ടാബ്ലറ്റ് ഓക്കെ ആണോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഞാനിപ്പോൾ ഇതെങ്ങനെ കഴിക്കണം എങ്ങനെയാണെന്നൊക്കെ ഇനി അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഒരു ദിവസം നമുക്ക് ഒരു ടാബ്ലറ്റേ നമുക്കിത് എടുക്കാൻ പാടുള്ളൂ. അതുമാത്രമല്ല ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു 1 hourന് ശേഷം ഒരു ടാബ്ലറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇരിക്കണം എന്നുള്ളത്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ ടാബ്ലറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും. സോ ഇത് നമുക്ക് ആദ്യം ഒരു ഗ്ലാസ് എടുക്കുക. 250 ml വാട്ടറിലാണ് നമ്മൾ കഴിക്കേണ്ടത് കേട്ടോ. 250 ml വാട്ടർ
സോ ഇത് നമുക്കിങ്ങനെ പതഞ്ഞ് വരും. നമുക്കിത് ഇട്ട് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഫുഡ് കഴിച്ച് ഏകദേശം 1 മണിക്കൂറല്ല, ഏകദേശം 1.5-2 മണിക്കൂറാവാറ്. അപ്പോൾ എനിക്കിത് കഴിക്കാം. ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ ഇത് പതഞ്ഞിങ്ങനെ വരും. ഇത് കംപ്ലീറ്റ് മെൽറ്റാവും, ഇത് കംപ്ലീറ്റ് അലിഞ്ഞു പോകണം വെള്ളത്തിലേക്ക്. എന്നതിന് ശേഷം മാത്രമേ നമ്മളിത് കുടിക്കാൻ വേണ്ടി പാടുള്ളൂ. ഇത് ഫുള്ള് ക്ലിയർ ആവട്ടെ. അപ്പം ഞാൻ ഈ പറയുന്ന കംപ്ലീറ്റ് നമ്മളൊരു ജെനുവനായിട്ടൊരു പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം പറഞ്ഞു, ഗുണവും ദോഷവും എല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുക. പക്ഷേ ഇതിന് വലിയ സൈഡ് എഫക്റ്റ് ഇല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്കിതിന് കുറച്ച് എനിക്ക് തോന്നുന്നു 1000 റുപ്പീസിനകത്ത് വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്കിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റണം കേട്ടോ. അപ്പം അങ്ങനെയുള്ളവരെടുക്കുക. പിന്നെ ചിലവർ ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈഡിനൊക്കെ ഇത് കൊടുക്കാറുണ്ട്. സോ ആ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ നിന്ന് ഡള്ളാവാനുള്ള ചാൻസ്, കാരണം അത് കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. പിന്നെ പാരൻസ് ഒരുപാട് പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അത് കൊടുക്കണം എന്നില്ല കേട്ടോ. 10-18 വയസ്സിന് ശേഷമൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്താൽ മതി. 15 വയസ്സിന് മേളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലും ഞാൻ പറയുന്ന ഒരു 10-18 വയസ്സിന് ശേഷം സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്ട്രോബെറി ഫ്ലേവറാണ്. അപ്പോൾ നമുക്ക് ഇത് കുടിക്കാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു ടാബ്ലറ്റ് ഒരു ദിവസം എടുക്കുക എന്നുള്ളതാണ്. അതും ഒരു 250 ml വെള്ളം, ഇത് എത്രയേ എടുത്തുള്ളൂ. നമുക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ. അത് ഫുള്ളും കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ. ഇങ്ങനെ ശരിക്കും ഒരു ജ്യൂസ് കുടിക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും നാച്ചുറൽ, പക്ഷേ ഞാനൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് ഞാനും കൂടി യൂസ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ കാരണം എനിക്കിത് അറിയണത്, കാരണം എനിക്കിത് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നും കൂടി പറഞ്ഞപ്പോൾ എനിക്കൊന്നും കൂടി സ്കിൻ ടോൺ ഒന്നുകൂടി ഈവണാക്കാം എന്ന് തോന്നി. കാരണം ഒരുപാട് രീതിയിൽ, ഇപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ആണെങ്കിലും ശരി, ഒരുപാട് രീതിയിൽ നമ്മൾ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് അത്രയും പറഞ്ഞത്. ഓക്കെ, ഇനി ഞാനിത് കുടിക്കാൻ പോവാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് കുടിക്കാനാണെങ്കിലും വളരെ എളുപ്പം. എനിക്ക് എപ്പോഴും ഈ ഒരു ടാബ്ലറ്റ് ഇട്ട് ഞാൻ കുടിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മുമ്പ് നമ്മൾ എന്താ പറയുക, ഡോക്ടറെ അടുത്ത് പോയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഇതുപോലത്തെ ഒരു ടാബ്ലറ്റ് തന്നിട്ട് വെള്ളത്തിലിട്ട് കുടിക്കും. എനിക്ക് അതിൻ്റെ തന്നെ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തെ ഒരു ഓർമ്മയൊക്കെ വന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ സ്കിൻ ടോണൊക്കെ ഒന്ന് ഈവൺ ആവും. നമുക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ പ്രോബ്ലം ഉള്ളവർക്കും അത്രയും വലിയ ബാധിക്കില്ല. ബട്ട് എന്നാൽ പോലും ഡോക്ടറെ അടുത്ത് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് എനിക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്തോളൂ. സോ ധൈര്യമായിട്ട് നമുക്കൊന്ന് നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഈവൺ ആവണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും, അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗ്ലോ വേണം, അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പെട്ടെന്നെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് വെളുക്കാമെന്നല്ല, പക്ഷേ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. 2 മാസം കഴിയുമ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് അറിയാൻ തുടങ്ങും. ഒരു 3-4 മാസം കഴിയുമ്പോൾ നല്ലപോലെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റണം. കാരണം ഗ്ലൂട്ടോതയോൺ ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും കണ്ടിന്യൂസ്, അതായത് IV ഒക്കെ എടുക്കുന്നവർക്ക് ഭയങ്കര എക്സ്പെൻസീവാണ്. അത് എപ്പോഴും കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റില്ല. ബട്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നമുക്ക് അത്രയും എക്സ്പെൻസീവ് അല്ല, സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, അങ്ങനത്തെ ടെൻഷൻസും വേണ്ട. ഓക്കെ, അപ്പോൾ വീണ്ടും പറഞ്ഞുതരാം ഏതാ പ്രൊഡക്റ്റ് എന്നുള്ളത്. ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ആണ്. സോ ഇത് ഗ്ലൂട്ടോതയോൺ 500 mg പ്ലസ് വൈറ്റമിൻ C ആണ് വരുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കി വാങ്ങിക്കുക. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇതാണ്, നമ്മളിങ്ങനെ ആയിരിക്കണം, ഇതാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങിക്കുക. നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് എന്താണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് മേടിക്കുക എന്ന് പറയില്ലേ, അതുപോലെയാണ്. അപ്പോൾ കാരണം ഇന്ന് ചെയ്ത് നാളെ റിസൾട്ട് വേണമെന്ന് വിചാരിക്കുന്നവർക്കല്ല, ബട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും, നമ്മുടെ ഗ്ലോയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ല, കുഴപ്പമില്ല, ഞാനത് എടുക്കാൻ റെഡിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മാക്സിമം ഞാനിത് യൂസ് ചെയ്യും എന്ന് ഉറപ്പുള്ള എല്ലാവർക്കും ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. ഞാനിപ്പോൾ കുടിച്ചു, കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഡെയിലി ഒരെണ്ണം വെച്ച് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണെങ്കിലും ശരി, എന്താ പറയുക, കൂടുതൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും
മെസ്സേജ് ചെയ്തിട്ടോളൂ, കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ചെക്ക് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു. അപ്പോൾ നമ്മളുടെ ഷിഗ്നോട്രിക്സിൻ്റെ ഈ ഒരു ഗ്ലൂട്ടാത്തൈൻ ടാബ്ലറ്റ് മേടിക്കണം, യൂസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഓഫറും കൂടി ഉണ്ട്. നമ്മളുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10% ഓഫർ കിട്ടും കേട്ടോ. NIBS ആണ് നമ്മളുടെ കൂപ്പൺ കോഡ് വരുന്നത്, NIBS. സോ ഇതിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും നമ്മുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും എല്ലാം തന്നെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അണ്ണിവണമൊക്കെ മാറ്റി പെട്ടെന്ന് നമുക്കൊരു എന്താ പറയുക, ഒരു ഗ്ലോ ഒക്കെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതല്ല, നമുക്കൊരു 8 വീക്സ് കൊണ്ടൊക്കെ നമുക്ക് നല്ല രീതിയിലൊരു ചേഞ്ച് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നോക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മളുടെ കൂപ്പൺ കോഡ് മറക്കരുത് കേട്ടോ, NIBS ആണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 10% ഓഫർ കിട്ടുന്നതായിരിക്കും. നമ്മളെന്തായാലും ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ചെക്കൗട്ട് ചെയ്തോളൂ. താങ്ക് യു.